പ്രിയപ്പെട്ടവരെ, എൻ്റെ വേറെ ഐ ഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കും. ഇന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, നമ്മുടെ ലോകത്തിൽ നമുക്ക് നിരീക്ഷിച്ചാൽ കാണാൻ സാധിക്കും, ഒരുപാട് ആൾക്കാർ ഭയങ്കര അറിവുള്ളവരായിട്ട് ആക്ട് ചെയ്യുന്നു. എല്ലാ അറിവും അവർ ആർജിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അവര് ഭയങ്കര മികച്ചവരാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനനുസരിച്ച് അഹങ്കാരം അവരിൽ കാണാൻ സാധിക്കും. പല പേരുകൾ അതിൽ പല പേരുകളിൽ അവർ അറിയപ്പെടുന്നുണ്ടാവും. സയന്റിസ്റ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാം അറിഞ്ഞു എന്നുള്ള രീതി, പണ്ഡിതൻ, അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഈ പ്രപഞ്ചവും നമുക്ക് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ 68% ബ്ലാക്ക് എനർജിയാണ്. നമുക്ക് കാണാൻ പോലും കഴിയില്ല. ഇരുണ്ട ഊർജ്ജം. 27% ബ്ലാക്ക് മാറ്ററാണ്. അത് നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു 5% മാത്രമാണ് നമുക്ക് ഈ കാണുന്നത്. ഈ ഭൂമി, സൗരയൂഥം, ഗ്രഹങ്ങള്, സമുദ്രങ്ങള്, പർവ്വതങ്ങള്, നക്ഷത്രങ്ങള്, ചന്ദ്രൻ, സൂര്യൻ എല്ലാം ചേർന്ന് ഈ 5%. അതിൽ ഭൂമിയുടെ റോൾ എന്ന് പറയുന്നത് വളരെ 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 ചെറിയൊരു ശതമാനം മാത്രമാണ്. ഭൂമിയുടെ കരഭാഗം എന്ന് പറയുന്നത് അതിലും വളരെ ചെറിയ ശതമാനമാണ്. ഭൂമിയിൽ തന്നെ ഒരുപാട് ഭാഗങ്ങളിൽ നമുക്ക് 3/4 സമുദ്രവും, പിന്നെ മലകള്, കാടുകള്, മരുഭൂമികള്, അതിന് മനുഷ്യ അധിവാസമുള്ള സ്ഥലം തന്നെ വളരെ കുറവാണ്. ഭൂമിയുടെ കരഭാഗം എന്ന് പറയുന്നത് തന്നെ പോയിന്റ് ഇട്ടിട്ട് ഒരു 0.00 30 സീറോ ഉണ്ട്. എന്നിട്ട് 5.8 എന്നൊക്കെ അത്ര ശതമാനം മാത്രമേ ഉള്ളൂ. അത് റൗണ്ട് ചെയ്ത് വരുമ്പോൾ 0 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ AI-യിലൊക്കെ റൗണ്ട് ചെയ്യുന്നത്. അത്രയും തുച്ഛ ശതമാനത്തിലാണ് നമ്മുടെ ഭൂമിയുടെ തന്നെ അറിവ്. ഈ 5% മാത്രമാണ് നമ്മൾ വിസിബിൾ ആയിട്ടുള്ള നമ്മളുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. മഹാഭാരതത്തില് യക്ഷൻ ധർമ്മപുത്രരോട് ചോദിക്കുന്നുണ്ട്, ഈ ലോകം മുഴുവൻ എന്ത് നിറഞ്ഞു നിൽക്കുന്നു? അപ്പൊ അജ്ഞത എന്ന് പറഞ്ഞു, അറിവില്ലായ്മ. അതായത് മഹാഭാരതത്തിൽ തന്നെ വിതുരർ പറയുന്നുണ്ട്, ഈ ലോകത്തിന് മീതെയായിട്ടും പരലോകത്തിന് താഴെയായിട്ട് അന്ധത വ്യാപിച്ചു കിടക്കുന്നു. ഇത് അന്ധതാ മിശ്രമം നരകം എന്ന് പറയും. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു 5% മാത്രം പഠിച്ചുകൊണ്ട് ഞാൻ പണ്ഡിതനാണ്, ഞങ്ങൾക്ക് എല്ലാ അറിവും നേടിയിരിക്കുന്നു, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിച്ചോളൂ, സയന്റിസ്റ്റ്, അങ്ങനെ ഓരോ രംഗങ്ങളിൽ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം ആർജിച്ചിരിക്കുന്നു. അറിവ് അതിൽ ഞങ്ങളൊരു സംഭവമാണ്, എല്ലാ അറിവും നേടിയെടുത്തിരിക്കുന്നു. ഇനി ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. അവന് ഈ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് വെച്ചിട്ട് ഈ ലോകത്തെ നേരാക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഇല്ലേ? Everyone thinks of changing the world. No one thinks of changing himself. എല്ലാവരും ലോകത്തെ നന്നാക്കാൻ വേണ്ടി നടക്കുന്നു. ഒരിക്കലും കഴിയാത്തൊരു കാര്യം. വിവേകാനന്ദ സ്വാമികളെ പറഞ്ഞാണത്. അതിനേക്കാൾ ഏറ്റവും എളുപ്പം ഒരു പട്ടിയുടെ വാല് പിടിച്ച് പിന്നെ സ്ട്രൈറ്റ് ആക്കാൻ നോക്കുക. ആദ്യം മാറേണ്ടത് നമ്മളാണ്. ഈ അജ്ഞത നിറഞ്ഞ ലോകത്തില് ലിമിറ്റഡ് ആയിട്ടുള്ള ഈ വിസിബിൾ പ്രപഞ്ചത്തിൽ 5% മാത്രം വിസിബിൾ ആയിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ആദ്യം ചെയ്യാവുന്ന കാര്യം നമ്മൾക്ക് നമ്മളെ നേരാക്കാൻ നോക്കുക എന്നുള്ളതാണ്. ആ നേരാക്കാൻ നോക്കുമ്പോൾ തന്നെ നമ്മളെ ഈ ദൃശ്യത്തിലുള്ള പ്രപഞ്ചം പരിമിതമാണ്.
നമുക്ക് കാണാൻ കഴിയും. അത് വെച്ചിട്ടാണ് നമ്മൾ അറിവ് ആർജിക്കുന്നത്. അത് വെച്ചാണ് നമ്മൾ ലോകത്തെ വിലയിരുത്തുന്നത്, നോക്കിക്കാണുന്നത്. പൂർണ്ണമായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ പ്രപഞ്ചത്തിലെ ഡിസൈൻ അതാണ്. 95% അജ്ഞാതമായി നിലകൊള്ളും. ഈ 90% അറിയാതെ വെറും 5% അറിഞ്ഞിട്ട് അതിനെ ഞാൻ എല്ലാം ആർജിച്ചു എന്നുള്ള രീതിയിൽ പിന്നെ ആൾക്കാർ പെരുമാറിക്കൊണ്ടിരിക്കണം. മറ്റുള്ളവരെ നന്നാക്കുന്നു. ആദ്യം നമ്മൾ നമ്മളെ നന്നാക്കണം. ഉദ്ധരേത് ആത്മനാത്മാനം ഞാൻ ആത്മാനം അവസാദേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. ഭഗവത്ഗീതയിൽ പറയുന്നതാണ്. നമ്മൾ നമ്മളെ നന്നാക്കാൻ നോക്കുക. ആദ്യം നമ്മൾ താഴ്ത്തിക്കെട്ടരുത്. ലോകത്തെ നേരാക്കാൻ പറഞ്ഞിട്ടില്ല ഭഗവാൻ. പക്ഷെ ആൾക്കാർ നേരെ തിരിച്ചാണ്. അവനവനെ നന്നാക്കാൻ നോക്കുന്നതിന് പകരം ലോകത്തെ നന്നാക്കുന്നത്. അവനവനെ നന്നാക്കാൻ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരോഗ്യം ആദ്യം നന്നാക്കണം. നമ്മൾ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കൂടെ പറ്റില്ല. ഒരു ജലദോഷം വന്നാൽ കൂടെ നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല. ഒരു കുര വന്നാൽ കൂടെ അല്ലേ എത്ര അസ്വസ്ഥതരാകും. ആരോഗ്യം നഷ്ടപ്പെട്ട ശരീരം മൃതശരീരവും. ICU കിടക്കുന്ന ആൾക്ക് 10,000 കോടി ഉണ്ടായിട്ട് എന്താ കാര്യം? ഇല്ലേ? ആരോഗ്യം നഷ്ടപ്പെട്ട ശരീരം മൃതശരീരം. ആരോഗ്യം നിലനിർത്തുന്നതിന് നമ്മൾ നടക്കാൻ പോകണം, ഓടാൻ പോകണം, പറ്റുകയാണെങ്കിൽ ജിമ്മിൽ പോകണം, ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ പോകണം, യോഗ ചെയ്യണം, പ്രാണായാമം ചെയ്യണം, സുദർശന ക്രിയ പറഞ്ഞ അതൊരു സംഭവമുണ്ട്, അത് ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ ആരോഗ്യം നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ സംഭവിക്കുന്ന വെച്ചാൽ അകാല മരണമാണ്, പ്രിമേച്ചർ ഡെത്ത്. നമ്മൾ പേപ്പർ നോക്കിയാൽ കാണാൻ സാധിക്കും. ഉള്ള ടെൻഷൻ മുഴുവൻ തലയുടെ മുകളിൽ എടുത്ത് വെച്ച സമയമില്ല ഇല്ലേ? നമ്മൾ റോഡിലേക്ക് ഒന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ആൾക്കാർ അവരുടെ ലാസ്റ്റ് ഡേറ്റ് പോലെയാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. ഇല്ലേ? നമുക്ക് തോന്നും ഇവര് ടോയ്ലറ്റിൽ പോകാൻ പോകുന്നു. അല്ല, ടോയ്ലറ്റിൽ പോകാനല്ല അവർ പോകുന്നത്. അവർ ജോലി ചെയ്യാൻ പോകും, ഓടുകയും. അവരില്ലെങ്കിൽ ഈ ലോകത്തൊന്നും നടക്കില്ല. വെറും വ്യായാമം മാത്രം പോരാ. വ്യായാമം മാത്രം ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പറഞ്ഞാൽ, ഓടലും ചാട്ടലും മാത്രമായി നമ്മുടെ ശരീരം രാക്ഷസന്മാരുടെ പോലെ മാറും. ബലവും ശക്തിയൊക്കെ ഉണ്ടാവും, ഒരു രാക്ഷസന്മാരുടെ പോലെ മാറും. നമ്മളെ ശ്വാസകോശം 70 കോടി അറകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് 25 കോടി അറകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അതിന് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണം, പ്രാണായാമം ചെയ്യണം, സുദർശന ക്രിയ ചെയ്യണം, അതേപോലുള്ള കാര്യങ്ങൾ ചെയ്ത് അതിന് ആക്ടിവേഷൻ നടത്തണം. അതുകൊണ്ടാണ് ആൾക്കാർ മരിക്കുന്നത് കണ്ടിട്ടില്ല. ശ്വാസകോശ രോഗങ്ങൾ കൊണ്ടാണ് കൂടുതൽ. ഈ ശ്വാസകോശം നമ്മൾ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രായം നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും തോന്നിക്കുന്നത്. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ രോഗപ്രതിരോധ ശക്തി കൂടും. ഏത് അസുഖത്തിൽ വന്നാലും നമുക്ക് സധൈര്യം നേരിടാൻ സാധിക്കും. കോവിഡ് പോലുള്ള മഹാമാരികൾ എന്താ വരട്ടെ, എന്തൊക്കെ പുതിയ പേരുകളിൽ ഇറങ്ങിയിട്ടല്ലോ, ഡെങ്കി, തക്കാളിപ്പനി, മത്തമ്പനി, ഏതിനും നമുക്ക് സധൈര്യം നേരിടാൻ സാധിക്കും. ബ്രീത്തിങ് എക്സസൈസ്. പിന്നെ നമുക്ക് മനസ്സിനെപ്പോഴും സമാധാനമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. മനസ്സെപ്പോഴും കൂളായിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ട് നമുക്ക് കഴിയാൻ സാധിക്കണം. കാരണം ഒരു മനുഷ്യൻ ഭൂമിയിലുള്ള 25,550 ദിവസം മാത്രമാണ്. നമ്മുടെ മരണശേഷം ഈ ഭൂമി 25,550 കോടി 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 ഒരു വർഷങ്ങളുണ്ടാവും. ഒന്നിന്റെ ഓണറാവാൻ നമുക്ക് സാധിക്കില്ല. ഈ ലോകത്ത് താൽക്കാലിക സൂക്ഷ്മകാരാകാൻ മാത്രമേ സാധിക്കുള്ളൂ. നമ്മൾ വലിയ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളത് വലിയ ബ്രീഫ് കേസിൻ്റെ അത് നമ്മൾ ക്ലോക്ക് റൂമിൽ ലഭിക്കും. അവർക്ക് പൈസയും കൊടുക്കും. ആ ക്ലോക്ക് റൂമിന്റെ കരാറുകാരൻ ആ പെട്ടിയുടെ ഓണറല്ല, അയാൾ സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. ആ റോളാണ് നമുക്ക് ഈ ഭൂമിയിലുള്ളത്. അല്ലെങ്കിൽ നമ്മളൊരു വെഹിക്കിളിൽ പോവുകയാണെങ്കിൽ കാറോ SUV അവിടെ ടൗണിൽ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്യും. അവിടെ പൈസ കൊടുക്കും. അതിന്റെ കരാറുകാരൻ ഒരിക്കലും അതിന്റെ ഓണറല്ല വെഹിക്കിളിന്റെ. അതേപോലെ സർവ്വസമ്പത്തിന്റെ ഓണർ ഭഗവാനാണ്, ഈശ്വരൻ. നിങ്ങൾ ഇട്ടിരിക്കുന്ന സ്വർണം 460 കോടി വർഷം പഴക്കമുള്ളതാണ്. നിങ്ങൾ നിൽക്കുന്ന ഭൂമി 460 കോടി വർഷം പഴക്കമുള്ളതാണ്. ഇതിന്റെയൊക്കെ ഓണർ എന്നും നിങ്ങളായിരുന്നു? ഒരിക്കലും അല്ല.
നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ദഹിപ്പിച്ച് കഴിഞ്ഞാൽ 2.5 കിലോ ഭസ്മമായി മാറും. കുഴിച്ചിട്ട് കഴിഞ്ഞാൽ 14.5 കിലോ അസ്ഥി കൂടെ മാത്രം ഉണ്ടാവും. ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ സംഭവിക്കുന്ന അറിയില്ല. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്രകാ പരിദേവന. നമ്മൾ ജന്മത്തിന് മുമ്പ് എന്താണുള്ളത് നമുക്കറിയില്ല. മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകുന്നു ആർക്കും അറിയില്ല. ഒരു മനുഷ്യൻ എത്ര വലിയ പണ്ഡിതനാണ് ശരി, ആകെ 5% വിസിബിൾ ഉള്ളൂ. അതിൽ നിന്ന് കുറച്ച് അറിവൊക്കെ നേടിയ ആൾക്കാരാണ് നമ്മൾ പണ്ഡിതൻ എന്ന് പറയും. അവർക്ക് പോലും അറിയില്ല എവിടേക്കാ പോകുന്നത്. അവ്യക്തം. ഈ ജീവിച്ചിരിക്കുന്ന അവസ്ഥ മാത്രമാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. ഈ 5% വിസിബിൾ ആയിട്ടുള്ള ഈ പ്രപഞ്ചത്തെ ആധാരമാക്കിയിട്ട് ആൾക്കാർ ഓരോ വിലയിരുത്തലുകൾ നടത്തും. ഇന്ന പ്രത്യയശാസ്ത്രം വന്നു കഴിഞ്ഞാൽ ഈ ലോകം നേരാവും, അല്ലെങ്കിൽ ഇന്നതിൽ വിശ്വസിച്ചോളൂ. എന്നിട്ട് ആ പ്രത്യയശാസ്ത്രം വന്നു കഴിഞ്ഞാൽ അവിടെ കൂട്ടക്കൊലകൾ ചെയ്ത് നന്നാക്കാൻ നോക്കും. അവസാനം ഒന്നും നടക്കില്ല. പല രാജ്യങ്ങളിലും പ്രത്യയശാസ്ത്രം വന്ന് 3 കോടി ആൾക്കാരെയൊക്കെ കൊന്ന രാജ്യങ്ങളുണ്ട്, സ്വന്തം സഹോദരന്മാരെ. പല രാജ്യങ്ങളിലും നിഷ്ഠൂരമായി. ആദ്യം മഹാന്മാരെന്ന് അവരെ വിളിച്ചു പറഞ്ഞു. പിന്നീട് അതെല്ലാം മാറ്റി അത് വേണ്ട വെച്ചു. എല്ലാം ആ പ്രത്യയശാസ്ത്രമേ വേണ്ട വെച്ചു. ഇല്ലേ, നമ്മൾ കാണുന്നില്ലേ? കുരുടൻ ആനയെ കണ്ട പോലെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ നോക്കുകയാണ്. കുരുടൻ തന്നെ ബ്ലൈൻഡ്. ഒരു കുരുടൻ പോയിട്ട് അതിന്റെ കാലിൽ പോയി പിടിച്ചിട്ട് ഭൂമി തൂണ് പോലെയാണ് പറയും. അല്ല, ആന്റെ രൂപം തൂണ് പോലെയാണ്. വേറൊരാള് ചെവി പോയി പിടിച്ചത് മുറം പോലെയാണ്. അതേപോലെ തുമ്പിക്കൈ പിടിച്ച് വേറെ എന്താ പൈപ്പ് പോലെ. അങ്ങനെ ഓരോ സ്ഥലത്ത് പോയി പിടിച്ചിട്ട് ഇത് അതുപോലെയാണ്, ഇത് ഇതുപോലെയാണെന്ന് പറയുന്നു. കൊമ്പിൽ പോയി ഒരാൾ പോയി പിടിച്ചിട്ട് വേറെ തരത്തിൽ പറയുന്നു, ഇത് സ്പിയർ പോലെയാണ്. അങ്ങനെ ഓരോ ഭാഗങ്ങള് തോലിൽ പോയിട്ട് പിന്നെ വയറിന്റെ ആ ഭാഗത്ത് പോയി പിടിച്ചത് ചുമര് പോലെയാണ്. ഇതേപോലെ നമ്മൾ പ്രപഞ്ചത്തിലെ വിലയിരുത്തുന്നു. വലിയ സയന്റിസ്റ്റുകളടക്കം 95% അജ്ഞാതമാണ്. ഈ അജ്ഞാതമായിട്ടുള്ള അതിനെ അറിയാതെ ഈ വെറും 5% എന്തെങ്കിലും ചെറിയൊരു മുക്കിലെ മൂലില് തോണ്ടിയിട്ട് ഞാൻ പണ്ഡിതനാണ്, പാമരനാണ്, സാഹിത്യകാരനാണ്, ഞാൻ കവിയാണ്, ഇതാണ് വേണ്ട ആൾക്കാർ ഞെളിഞ്ഞു നടക്കുന്നു. അല്ലെങ്കിൽ ഞാൻ തത്വചിന്തകനാണ്. ഈ അജ്ഞാതമായിട്ടുള്ള കാര്യത്തെ മനസ്സിലാക്കാൻ ആർക്കും സാധിക്കില്ല. അത് ദൈവത്തിന് മാത്രമേ കഴിയൂ. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഭാരം തലയിലെടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നു, ഞാൻ കർത്തൃത്വം ഞാൻ കർമ്മാണി ലോകസ്യ സൃജതി പ്രഭു ഞാൻ കർമ്മ ബല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതി. ഈ ലോകത്തിൽ ഒരു ജീവിക്ക് ഞാൻ ഒരു കർത്തൃത്വം നൽകിയിട്ടില്ല. കർത്തൃത്വം പറഞ്ഞാൽ ഡൂയർഷിപ്പ്. അതായത് ഒരു പദവിയിൽ അയാളാൽ ചെയ്യപ്പെടേണ്ട ആ കർമ്മം. ഇപ്പോൾ നമുക്ക് ഒരു ഓഫീസിനെ എടുത്തു നോക്കാം. അവിടെ ജൂനിയർ സൂപ്രണ്ട്, അയാളാൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ അടങ്ങിയിരിക്കണം ആ പോസ്റ്റിൽ. ക്ലർക്ക് ഫയൽ ഡീൽ ചെയ്യണം, നോട്ട് പുട്ടപ്പ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ. അങ്ങനത്തെ അവിടെ ഓഫീസ് അസിസ്റ്റന്റ് ആണെങ്കിൽ ഈ ഫയലുകൾ എടുത്തിട്ട് മേലധികാരികൾക്ക് കൊണ്ടിട്ട് മൂവ് ചെയ്യണം. ഒരു കൃഷിക്കാരനാണെങ്കിൽ കൃഷി ചെയ്യണം. അയാൾ ആ പദവിയിൽ അടങ്ങിയിട്ടുള്ള കർത്തവ്യമാണ്. ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യണം. ഒരു അഗ്നിരക്ഷാ സേനയിൽ അംഗമായിട്ടുള്ള ആള് തീ പിടിച്ചുകൊണ്ട് അവിടെ പോയിട്ട് ആ വെള്ളം അത് അടിച്ചത് കെടുത്താൻ നോക്കും. ഓരോന്നിനും ഓരോ കർത്തവ്യമുണ്ട്. അതേപോലുള്ള ഒരു കർത്തവ്യം ഭഗവാൻ ആർക്കും കൊടുത്തില്ല, ഒരു ജീവിക്കും കൊടുത്തില്ല. ഞാൻ കർത്തൃത്വം, ഞാൻ കർമ്മമാണ്. ഒരു കർമ്മവും ആർക്കും കൊടുത്തില്ല. കർമ്മം തന്നെ വർക്ക്, ജോബ് ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ കർത്തൃത്വം ഞാൻ കർമ്മാണി ലോകസ്യ സൃജതി പ്രഭു. സൃഷ്ടിച്ചിട്ടേ ഇല്ലതാ പറയും, കൊടുക്കല്ല. ഞാൻ കർമ്മ ബല സംയോഗം സ്വഭാവസ്തു പ്രവർത്തനം. അതായത് റിസൾട്ട് ഓഫ് ആൻ ആക്ഷൻ, ഫ്രൂട്ട് ഓഫ് ആക്ഷൻ പറയില്ലേ. ഇപ്പോൾ ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ റിസൾട്ട്? ലാഭം കിട്ടും.
ചിലപ്പോൾ നഷ്ടവും, ചിലപ്പോൾ ലാഭവും നഷ്ടവും ഇല്ലാത്ത രീതിയിലായിരിക്കും. കൃഷിക്കാരൻ കൃഷി ചെയ്തു, എന്താ റിസൾട്ട്? റിസൾട്ട് എന്ന് പറയുന്നത് കൃഷി വിളവുണ്ടാവും, അത് വിൽക്കണം, അദ്ദേഹത്തിന് ഉപജീവനത്തിനുള്ള പൈസ കിട്ടണം. ചിലപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ചിലപ്പോൾ കൃഷിയൊക്കെ നശിച്ചു പോകും. അതിന് പല റിസൾട്ടുകൾ ഓരോന്നിനും ഉണ്ട്. അങ്ങനെ ഉദ്യോഗസ്ഥനാണെങ്കിൽ 1-ാം തീയതി ആകുമ്പോഴേക്കും ശമ്പളം കിട്ടുന്നു, ഇല്ലേ? പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ അവർ 1-ാം തീയതി 10-ാം തീയതിക്കുള്ളിൽ ശമ്പളം കിട്ടുന്നു. ദിവസക്കൂലിക്ക് പോകുന്നവർക്ക് കൂലി കിട്ടുന്നു. അതാണ് അതിന്റെ റിസൾട്ട്. ഭഗവാൻ അത് സൃഷ്ടിച്ചേ ഇല്ല, കർമ്മബല സംയോഗവും സൃഷ്ടിച്ചേ ഇല്ല. പിന്നെ ഇതൊക്കെ പ്രവർത്തിക്കുന്നതിന് കാര്യം സ്വഭാവസ്ഥ പ്രവർത്തനം, അത് വേറൊരു വലിയ സബ്ജക്റ്റാണ്. സ്വഭാവം പറയുന്നത് സാത്വിക, രാജസികം, താമസിക്കാൻ വേണ്ടി 3 സ്വഭാവ ഗുണങ്ങളുടെ, അതിവിടെ ചർച്ച ചെയ്യില്ല. സ്വഭാവസ്ഥ പ്രവർത്തനം നമുക്കൊരു ഒരു കർത്തവ്യമോ കർമ്മബലമോ ഭഗവാൻ സൃഷ്ടിച്ചിട്ടേ ഇല്ല. പിന്നെ ആൾക്കാര് എല്ലാം തലയിലെടുത്ത് വെച്ചിട്ട് എല്ലാം എൻ്റെ തല ഇതേപോലെ വലിയ ഉത്തരം താങ്ങുന്ന പോലെ പറയുന്നു നാട്ടുപുറങ്ങളിൽ. ഈ പല്ലിയൊക്കെ നമ്മൾ ഈ റൂഫിന്റെ അടിയിൽ വന്നിരിക്കും, എന്നിട്ട് ഞാനാണ് ഈ റൂഫ് താങ്ങുന്നത് വിചാരിച്ചാൽ എന്താ അർത്ഥമുള്ളൂ? അതേപോലെ എല്ലാ ജീവികളും വർദ്ധിച്ച മാനസിക സംഘർഷം അനുഭവിക്കണം. അങ്ങനെ ആൾക്കാർ ഒരു 10-50 വയസ്സാകുമ്പോഴേക്കും മുഖം നോക്കി കഴിഞ്ഞാൽ നമ്മളെ ആസ്ട്രേലിയ പോലുണ്ടാവും. മുഖം ചിരിക്കാൻ ഉള്ള കഴിവ് നഷ്ടപ്പെട്ട് മുഖം ഇതിന്റെ കുരങ്ങനെ പോലായി മാറും മുഖം. ആൾക്കാർ ആരെങ്കിലും സമീപിക്കുന്ന സമയത്ത് അവരെ കടിക്കാൻ പോകും. കണ്ടിട്ടില്ലേ നിങ്ങൾ? ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കടന്നു ചെന്ന് എന്തെങ്കിലും ചോദിച്ചു നോക്കും, കടിക്കാൻ വരും നിങ്ങളെ. കാരണം എല്ലാ ഭാരം അവരുടെ തലയിലാണ്. ഇതെല്ലാം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് അറിവ് ആർജിച്ചുകൊണ്ട് ആർജിക്കണം. ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണം, മനസ്സിന് സന്തോഷം ഉണ്ടാവണം, ബുദ്ധിക്ക് അറിവ് കൊടുക്കണം, അറിവ് ആർജിക്കണം. ഈ ലോകത്തെ നല്ല മഹത് ഗ്രന്ഥങ്ങൾ വായിച്ചത് അറിവ് ആർജിക്കണം. എല്ലാ മതഗ്രന്ഥങ്ങളും ഒരേ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നു. എല്ലാം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ള കാര്യങ്ങൾ അത് ഗൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം വായിച്ച് നമ്മൾ പഠിച്ച് നമ്മൾ അറിവ് ആർജിക്കണം. വേറെ പ്രധാനപ്പെട്ട കാര്യം, 2-3 സന്ദർഭങ്ങളിലാണ് നമ്മൾ മരിച്ചതിന് തുല്യമാവുക. ഒന്ന് ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ, വേറൊന്ന് ധനമില്ലാതാവുമ്പോൾ. നമ്മുടെ ശരീരം, മഹാഭാരതത്തില് യക്ഷൻ ചോദിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ മൃതപ്രായനാകുന്നത് എപ്പോഴും? അതിന് ധർമ്മത്തിലോടുത്ത മറുപടി ധനമില്ലാതാവും വന്നു. ധനമില്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു മൃതശരീരം പോലായി മാറും. ധനം ആർജിക്കണം. നമ്മൾ പൈസകൾ അനാവശ്യമായി ചെലവാക്കാതെ കൂട്ടുപലിശ എന്നുള്ള ജീവിതത്തിൽ അതിനെക്കുറിച്ച് പഠിക്കണം. കൂട്ടുപലിശ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അത് ലോങ് ടൈമിൽ വമ്പൻ റിസൾട്ടാണ് തരിക. പെട്ടെന്നുള്ളതല്ല, 1 മാസം 1 ആഴ്ച കൊണ്ട് കിട്ടുന്നതല്ല, ലോങ് ടേമിൽ. അതായിരിക്കും ലോങ് ടേം ആയിരിക്കും നമ്മുടെ മനസ്സിൽ. കൂട്ടുപലിശ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. ഒരിക്കലും പണക്കാരൻ പിച്ചക്കാരൻ എന്നുള്ള അവസ്ഥ നമ്മൾ വരുത്തരുത്. പൊതിയിരിക്ക് പിച്ചയ്ക്ക് പോവുക പറയും. കോടിക്കണക്കിന് സ്വത്ത് കൈവച്ചിട്ട് വെള്ളം കോരാൻ പോവുക, കക്കൂസ് കഴുകാൻ പോവുക, അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. മറ്റേ ഇല്ലപ്പാട്ട് പാടുക, ഇല്ലോ 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 കൊണ്ട് ഇല്ലപ്പാട്ട് പാടുക, ദാരിദ്ര്യം അനുഭവിക്കുക, സ്വയം അനുഭവിക്കില്ല, ആർക്കും കൊടുക്കില്ല, ദാരിദ്ര്യം അനുഭവിക്കുക, പണക്കാരൻ പിച്ചക്കാരൻ. ആ അവസ്ഥ നമ്മൾ പ്രാപിക്കരുത്. എപ്പോഴും നമ്മൾ വെൽ ഡ്രസ്ഡായി കോടീശ്വരനെ പോലെ തന്നെ, പണക്കാരനെ പോലെ തന്നെ നമ്മൾ പെരുമാറണം. ഒരിക്കലും പിച്ചക്കാരൻ്റെ അവസ്ഥയിൽ ഒരിക്കലും വരുത്തരുത്. ഇല്ലപ്പാട്ട് പാടുക, ചെലവ് വരുമ്പോൾ ഒഴിഞ്ഞു മാറുക, അങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ അനുവർത്തിക്കരുത്. നമുക്ക് ഉദ്ധരേതാത്മനാത്മാനം, ഈ കാര്യം എപ്പോഴും നമ്മളെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ശാരീരികമായിട്ടും ധനപരമായിട്ടും എല്ലാ തരത്തിലും അറിവാർജിക്കുന്നതിലും എല്ലാം നമ്മൾ ശ്രമിക്കണം. അതേപോലെ
ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് അൽഷിമേഴ്സ് വരുന്നുണ്ട്, ഓർമ്മശക്തി പോവുക വയസ്സുകാലത്താണ്. അതുകൊണ്ട് നമ്മൾ മരിച്ചു വീഴുന്നവർ പഠിച്ചുകൊണ്ടേയിരിക്കണം ഓരോ സെക്കൻഡും എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചിട്ട്. സംസ്കൃത ശ്ലോകങ്ങൾ ബൈഹാർട്ട് പഠിക്കാം, ഗീത ബൈഹാർട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഓരോ മതഗ്രന്ഥങ്ങൾ ഏതാ വെച്ചാൽ അതിലെ വരികളൊക്കെ ബൈഹാർട്ട് പഠിക്കാം. അപ്പോൾ നമ്മുടെ ഓർമ്മശക്തി ഇമ്പ്രൂവ് ചെയ്യും. നമ്മളിലൊരു മുഖത്ത് എപ്പോഴും ഒരു സന്തോഷം നിലനിർത്തും, ടെൻഷൻ ഉണ്ടാവില്ല, സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. ഓർമ്മശക്തി നമുക്ക് നിലനിർത്താൻ സാധിക്കും. പുതിയ ഭാഷകൾ പഠിക്കണം, ഇംഗ്ലീഷ്. നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് സംസാരിക്കുക, പഠിക്കുക. ഇപ്പൊ എത്ര വയസ്സായ ആൾക്കാർ പോയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ പോകുന്നുണ്ട്. കാരണം ഈ ഓർമ്മശക്തി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പുതിയ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഇംഗ്ലീഷോ അറബിയോ സംസ്കൃതമോ അല്ലെങ്കിൽ ജർമ്മനോ ഫ്രഞ്ചോ, ഏതെങ്കിലും ഒരു പുതിയ ഭാഷ നിങ്ങൾക്ക് പ്രയോജനമുള്ളത്, ഭാവിയിൽ പ്രയോജനം ഉണ്ടാക്കാവുന്ന ഏതെങ്കിലും ഭാഷ പഠിക്കുക. നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ഡിജിറ്റൽ ക്ലോക്ക് വെച്ചിട്ട് അതിൽ ഓരോ സെക്കൻഡ് നമ്മൾ വേസ്റ്റ് ആവാൻ നോക്കണം. നമ്മുടേതായ കാര്യത്തിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കണം. നമ്മൾ 24 മണിക്കൂറിൽ 8 മണിക്കൂറാണ് ആകെ നമ്മൾ ഉറങ്ങുന്നത്. ബാക്കി 16 മണിക്കൂറും വെറുതെ ഇരിക്കും. അതിൽ ഓരോ സെക്കൻഡ്, ബാക്കി 16 മണിക്കൂറിൽ ഓരോ സെക്കൻഡും നമ്മൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കണം. അറിവാർജിക്കാൻ, നമ്മളെ പ്രവർത്തന മേഖലയിൽ മികവും കാര്യക്ഷമതയും ആർജിക്കാൻ ഇതെല്ലാം ഓരോ സെക്കൻഡ് നമ്മൾ ഉപയോഗിക്കണം. പുതിയ ലാംഗ്വേജുകൾ പഠിക്കണം. എല്ലാ ഭാരം എടുത്ത് തലയിൽ വയ്ക്കുന്നവരെ സന്തോഷത്തോടെ ഇരിക്കാൻ പഠിക്കണം. നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇന്ന് 99% ആൾക്കാരും മരിക്കുന്നത് അവരുടെ 99% കഴിവുകളും അവരുടെ ശേഷിയും ശരിയായി വിനിയോഗിക്കാതെ ലോകത്ത്. കാരണം നമുക്ക് ഒരു ദിവസം പരിശോധിച്ചാൽ തന്നെ നമുക്ക് അറിയാം, നമ്മൾ ഉണർന്നിരിക്കുന്ന 16 മണിക്കൂർ വെറുതെ വേസ്റ്റായി ചെലവായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡും, ഇല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മൊത്തം വരുന്ന സമയത്ത് ഓരോ സെക്കൻഡ് ഫലപ്രദമായിട്ട് നമ്മൾ വിനിയോഗിക്കണം. ആരോഗ്യം നിലനിർത്താൻ, ധനം ആർജിക്കാൻ, അറിവ് ആർജിക്കാൻ, പുതിയ ലാംഗ്വേജുകൾ പഠിക്കാൻ, ധനം ആർജിക്കണം. എല്ലാ കാര്യത്തിലും നമ്മൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകണം. Thank you very much for watching this video. Thanks a lot.